ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുഴിമന്തി ഉണ്ടാക്കുകയാണ്. കുഴിമന്തിക്ക് കുഴിയില്ലായിട്ട് നമ്മൾ ഈ കുടുക്കയിലാണ് കുഴിമന്തി. യഥാർത്ഥ കുഴിയിൽ ഉണ്ടാക്കുന്ന കുഴിമന്തിയുടെ ടേസ്റ്റിൽ നമ്മൾ അടിപൊളിയായിട്ട് കുടുക്ക കുഴിച്ചിട്ടിട്ട് കുടുക്കയിലാണ് നമ്മൾ ഇറക്കി വെച്ചിട്ട് കുഴിമന്തി ഉണ്ടാക്കുന്നത്. ഒരു അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം. ഏകദേശം കുറച്ച് നമ്മൾ ഇത് കുഴിച്ചിട്ടിട്ട് ഇതിൽ നമ്മൾ കനലിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ റൈസും ചിക്കനൊക്കെ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കന് നമുക്ക് ആദ്യം തന്നെ കുഴിമന്തിക്ക് വേണ്ടിയിട്ട് മസാല ഇടാം. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ സെൻറ്ററൊന്ന് പൊളിച്ചിട്ട് ചിക്കനൊന്ന് മസാല ഇട്ടൊക്കെ ആദ്യം തന്നെ മസാല ഇടുന്നതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളെ കാശ്മീർ ചില്ലി ഇട്ട് അടിപൊളി കാശ്മീർ ചില്ലി, കുരുമുളക് പൊടി, നല്ല കുരുമുളക് പൊടി, നമ്മുടെ ഗരം മസാലയുടെ പൊടി, ജീരകം പൊടിച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി, മന്തി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മന്തി മസാല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്, അതേപോലെ ഇഞ്ചി പേസ്റ്റ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നമുക്ക് മസാല പിടിപ്പിക്കാം. മസാല ചിക്കന്മേ അടിപൊളിയായി മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1-1.5 മണിക്കൂർ ഇത് മസാലയിൽ ഇരിക്കട്ടെ. ഇതിൻ്റെ മസാല ചിക്കന്മേ പിടിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് നമ്മുടെ കുഴിമന്തിക്കുള്ള കുഴി വെട്ടിയിട്ട് അതിൽ നമ്മുടെ കുടുക്ക ഇറക്കി വെച്ചിട്ട് തീ ഇട്ടിട്ട് കനലാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കുടുക്ക മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. പകുതിയോളം നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കനലിട്ട് സെറ്റാക്കാം. അവിടെ ചെമ്പിരിക്കാൻ വേണ്ടിയിട്ട് 2 ഇഷ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കനൽ വിറക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ചിരട്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിരട്ടയിൽ തന്നെ ഇത് വേവും. നമുക്ക് കത്തിച്ചു കൊടുക്കാം. കത്തട്ടെ. കത്തി പിടിക്കട്ടെ. അപ്പോൾ ഇത് കനലാവട്ടെ. അടിപൊളിയായിട്ട് കത്തിയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാൻ നോക്കാം. റൈസിൻ്റെ പരിപാടി നോക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു കാതൊക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുക്കയിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ചൂടാക്കി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയ്ക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ഇഞ്ചി പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. റൈസിക്കുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ക്യാപ്സിക്ക, ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്ക, ക്യാരറ്റ്, ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ്, ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുക. 2 ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏലക്കായ ഇട്ട് കൊടുക്കുക. കുരുമുളക്, ജാതിക്ക, പിന്നെ കറാമ്പട്ട, എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മന്തിയുടെ മെയിൻ ഐറ്റംസായ ചെറുനാരങ്ങ, ഉണങ്ങിയ ചെറുനാരങ്ങ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 4 നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുക്കട്ടെ. അവിടെ അയവാ വെള്ളം തിളച്ചെങ്കിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നമ്മൾ ഊറ്റി വാര വെച്ചതാണ്. അപ്പോൾ ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കിലോ റൈസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത്. ഹാഫ് വേവ് എന്തൊക്കെയാണ് നമ്മുടെ റൈസ്. ഇനി നമുക്കിത് നമ്മുടെ കുഴിയിൽ ഇറക്കിച്ചിട്ട് ദമ്മിടാം.
നമ്മുടെ കനല് അടിപൊളിയായി സെറ്റ് ആക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കുഴിമന്തി നമ്മുടെ കനല് സെറ്റാണ്. പതുക്കെ സൈഡ് തട്ടായിട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കില്ലേ കൂട്ടാ. അയ്യോ നമ്മുടെ കുഴി ചൂടാണ്, ഭയങ്കര ചൂടാണ്. അടാറായിട്ടാവില്ലേ? 1 മണിക്കൂർ ഒന്ന് ദമ്മായിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടിപൊളി കനലാണ്, നല്ല ചൂടാണ്. നമ്മുടെ കുഴിമന്തി എന്ന് പറയാൻ പറ്റില്ലേ, നമ്മുടെ കുടുക്കമന്തി. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കല്ല് നമ്മളെ കുടുക്കമന്തി സെറ്റായിക്കണ. അടിപൊളി സ്മെല്ലിട്ടാ. ചിക്കനൊക്കെ വെന്തക്കണ്, നല്ല സ്മെല്ലുണ്ട്. ഇത് പൊട്ടിച്ചേക്ക് അടിപൊളിയായിട്ട് നമ്മുടെ റൈസൊക്കെ ഉഷാറായി വന്നിക്കണം. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം, കഴിച്ചു നോക്കാം. റൈസൊക്കെ നമ്മുടെ ചിക്കനിന്നേ നമ്മുടെ കളറൊക്കെ ഇറങ്ങിയിട്ട് റൈസൊക്കെ ഉണ്ടാവും അടിപൊളിയായിട്ട്. ആ കളറൊക്കെ ഇറങ്ങിയിട്ട് വെന്തക്കണ്. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം, വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കണ്ട അതിൻ്റെ കളറൊക്കെ മന്തിയുടെ കളറൊക്കെ ഇറങ്ങിക്കണം. അപ്പോൾ നമുക്ക് റൈസിൽ കോരിയിട്ട് നമ്മുടെ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസിന് വിചാരിച്ച മാതിരില്ല കേട്ടോ, റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തക്കിന് സെറ്റ്. നമുക്ക് കഴിച്ചു നോക്കാം. മയോണിസം ഒഴിച്ചിട്ട് നല്ല തക്കാളി ചമ്മന്തി ഉണ്ട്, ഒക്കെ കൂടി ഒഴിച്ചു. ബിസ്മില്ലാ. കഴിക്കാൻ സുലോ. സൂപ്പറായി. ചിക്കൻ നോക്കി നോക്ക്. ചിക്കൻ ചിക്കനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടാ. ഇത് സൂപ്പറായിട്ടുണ്ട്. കോഴിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മസാല ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടായില്ലേ പപ്പുവ? ചിക്കൻ സൂപ്പർ സെറ്റല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുഴിമന്തി രൂപത്തിൽ കുടുക്കമന്തി സൂപ്പറായിട്ട് വെറൈറ്റി ടേസ്റ്റിൽ നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മുടെ കുഴിമന്തി കുഴിയിൽ വെച്ചുണ്ടാക്കുന്ന കുഴിമന്തി അതേ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തോ എന്താ ചിക്കനൊക്കെ കഴിഞ്ഞാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ മെമ്പറായിട്ടാ, നമ്മുടെ സുഹൃത്താണ് കാട്ടിൽ അഷ്റഫ്. സെറ്റായില്ലേ? ഓ മസാല അച്ഛയ്യ ഇത് പാട് വിളിച്ചില്ല, സത്യം പറയും. പഞ്ഞി പോലെ എന്തൊക്കെ കേട്ടാ. ഓക്കെ അയ്യോ സെറ്റിട്ടാ, ഒരു രക്ഷയില്ല. പോളിവുഡ് ഇതാർക്കും വേണ്ടേ എന്താണ് കിടിനാദം. അപ്പോൾ വീഡിയോ ഇന്നത്തെ കുഴിമന്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു കിടുക്കാച്ച ഐറ്റവുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും വരും.